അതെ, നമ്മുടെ സംഘടന സക്കാത്ത് നമ്മൾ ഉണ്ടാക്കിയ സംവിധാനം മാത്രമാണ്. ഒരു ഗവൺമെന്റ് ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള ഒരു പ്രദേശത്താണെങ്കിൽ അവിടെ നമ്മൾ സക്കാത്ത് കണക്കെടുക്കാനും അതിന് ബില്ലിടാനും പിടിച്ചെടുക്കാനും എല്ലാം അധികാരമുണ്ട്. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ പണിഷ്മെന്റ് തരാൻ വരെ അധികാരമുണ്ട്. ഇത് നമ്മൾ മുസ്ലിമീങ്ങൾ പരസ്പരം ഉണ്ടാക്കിയ ഒരു ധാരണയാണ് നമ്മുടെ സക്കാത്ത് സെല്ലുകൾ. പരമാവധി അവകാശങ്ങൾ കിട്ടാനും കിട്ടുന്ന ആളുകൾക്ക് ഓരോ ഉപകാരം നടക്കാനും ഒക്കെ പറ്റുന്ന വിധം നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ ഒരു സംവിധാനം മാത്രമാണ്. ഇത് മാനിക്കൽ നിലർത്തുക എന്നുള്ളത് ആവശ്യമാണ്. എന്നാൽ ഇതിന് കൊടുത്തെങ്കിലേ കൂടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ചിലപ്പോൾ ഇതിന് കൊടുത്താൽ നമ്മൾ ഒരു അയൽവാസിയെ നമ്മളൊരു ബന്ധു അവനൊരു പക്ഷെ ഇവിടുന്ന് കിട്ടിക്കോളുന്നില്ല. കാരണം ഇവർക്ക് ഒരുപാട് അപേക്ഷ വരും. ചിലപ്പോൾ അയാളെക്കാൾ അർഹതപ്പെട്ട വേറെ ഇവിടെ അപേക്ഷ ഉണ്ടാവും. അപ്പൊ മറ്റാൾക്ക് പരിഗണിക്കേണ്ടി വരിക. എന്നാൽ ഇയാൾക്ക് വേറെ കിട്ടാനും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അയൽവാസികള്, കുടുംബങ്ങള്, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ പറയപ്പെട്ട സക്കാത്ത് അവകാശിയാണെങ്കിൽ അവരെ പരിഗണിക്കാം. ഒരു വിഹിതം ഈ സംവിധാനത്തിന് കൊടുക്കാം. കാരണം ഈ സംവിധാനം നിലന്നു പോകണം. ആരും കൊടുത്തില്ലെങ്കിൽ ആ സംവിധാനം നിലച്ചു പോകും. പിന്നെ ഇവിടെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ പോലും സാധുവിനെ സഹായിക്കാൻ പോലും ഒരു ഫണ്ട് ഉണ്ടാവുകയില്ല. പിന്നെ ഇവിടെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ പോലും സാധുവിനെ സഹായിക്കാൻ പോലും ഒരു ഫണ്ട് ഉണ്ടാവുകയില്ല. ഇവിടെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ പോലും സാധുവിനെ സഹായിക്കാൻ പോലും ഒരു ഫണ്ട് ഉണ്ടാവുകയില്ല. അപ്പൊ അങ്ങനത്തെ സംവിധാനം നിലക്കാൻ വേണ്ട ഒരു കരുതൽ ഉണ്ടായാലും മതി.